അറിയോ, ഇതാണ് ഞങ്ങളുടെ മട. കണ്ടാ, ആ ഇരിക്കുന്നൊക്കെ ഞങ്ങളുടെ തൊഴിലാളികളാ. വാ, നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അടുത്ത് എന്നുള്ള പരിചയപ്പെടുന്നത് വേണ്ട, ഇവിടെ നിന്ന്. അപ്പൊ ഡീപ്പായിട്ട് വേണ്ടേ? വേണ്ട. വേണ്ടല്ലേ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ആദ്യം ലേഡീസിൽ തന്നെ തുടങ്ങാം. അതാണല്ലോ അതിന്റെ ഒരു രീതി, സുഖം. ആ ഇരിക്കുന്നതാണ് സാറാമേരത്തി. ആദ്യം കഞ്ചാവ് സാറാമെന്നായിരുന്നു പേര്, ഇപ്പൊ കരിമരുന്ന് സാറാമെന്ന്. തൊണ്ടയിൽ കിറ്റ്. അത് നമ്മുടെ മാത്തുക്കുട്ടിച്ചായന്റെ സ്പെഷ്യൽ കുറ്റിയാ. വേണേ നമുക്കൊന്ന് ഡീപ്പായിട്ട് പരിചയപ്പെടാം. വേണ്ട. അതേതാടാ കുട്ടി? ഏത്? ആ ഇരിക്കുന്ന കുട്ടി. അത് നമ്മുടെ ജാൻസി കുട്ടിയാ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞേ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അതിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഏകദേശം നിശ്ചയിച്ച പോലെയാ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? മനുഷ്യന് ജീവിക്കാൻ ഒതുക്കില്ല അല്ലേ? ഏതൊരാ പെണ്ണ്? കൂടുതൽ ചൂണ്ടല്ല എന്റെ പൊന്ന് സാറേ. അതാ ഇത്താക്കിന്റെ മോളാ. ഇത്താക്കിന്റെ മോളോ? ആ, ഇത്താക്കിന്റെ ഒരേ ഒരു മോള് സലോമി. ഈ പെണ്ണെന്ന് പറഞ്ഞ ഇത്താക്കിന് ജീവനാ. അവളെ അങ്ങനെ ആരെങ്കിലും ചൂണ്ടിന്നറിഞ്ഞ ഇത്താക്ക് ആ കൈ വെട്ടിക്കളയും. അങ്ങനത്തെ സ്വഭാവമുള്ള മനുഷ്യനാ. അപ്പുവേട്ടൻ എന്താ അത്ര ആലോചിക്കുന്നേ? എത്രയോ കാലമായി ഞാൻ അന്വേഷിച്ചു നടന്നിരുന്ന ആളെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു. ആരത്? ഇസഹാക്ക്. കൂമ്പം തൊപ്പിയും കാക്കി വേഷവും കയ്യിൽ ലാത്തിയുമായി നടന്നിരുന്ന ഇത്താക്ക് പോലീസിനെയാ കഴിഞ്ഞ 10-22 വർഷമായി ഞാൻ അന്വേഷിച്ച് നടന്നത്. വന്ന് അന്ന് തന്നെ ഞാൻ അയാളെ കണ്ടു. പിന്നെ ഇന്നൊരു പുതിയ അറിവ് കൂടെ കിട്ടി. ചെയ്ത പാവങ്ങളെല്ലാം മറന്ന് അടിവാരത്ത് അയാൾ മകളെയും കൂട്ടി ചേക്കേറിയെന്ന്. ഇനി എനിക്ക് തകർക്കേണ്ടത് അയാളെ മാത്രമല്ല, അവളെ എനിക്ക് വേണം. അപ്പോഴ അന്ന് അപ്പുവിന്റെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഈ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി തന്നെയായിരുന്നു. ഞാനോട് അടിക്കട്ടെ കല്ല്. എന്റെ അച്ഛോ, ഇവിടെ കുറെ അവളുമാരുണ്ട്. കോളേജിൽ പറിക്കാൻ പോകുമ്പോലെ കെട്ടിയൊരുങ്ങി ഇവിടെ വരുന്നേ. എന്തായാലും എന്നാ പാവാന്നറിയൂ. അല്ല, എന്നതാ സാറ് നേരത്തെ ഈ പ്രശ്നം? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ഇവളാ. നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ടോ? കാശായിട്ടാണോ അതോ? ചെറ്റത്തിൽ പറയുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ ഒലച്ചോ. എന്ന് മുതലാടി പുല്ലേ നിനക്ക് നാക്ക് മൂക്കും വെച്ചേ. സാറാ നേരത്തെ വിവരമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞത് വെച്ച് ബോധമില്ലാത്ത നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. മാത്തുക്കുട്ടിച്ചായനെതിരെ പുതിയ നേതാവിനെ കൊണ്ടുവരാനാ ചിലരുടെ പരിപാടി. ഇത്താക്ക് നേതാവ് അതിനിച്ചിരി പുളിക്കും. മാത്തുക്കുട്ടിച്ചായൻ വിചാരിച്ചാലുണ്ടല്ലോ. മാത്തുക്കുട്ടിയുടെ പേരും പറഞ്ഞു ബലോണ്ടൊക്കെയാണല്ലോ. ചവിട്ടിന് നാവയാൻ പോളൂ. ആരുടെയാ നിന്റെ? അറിയണോ? ഞാൻ പറഞ്ഞുതരാടോ. നിന്നെ ഞാൻ കുറെ കാലമായിട്ട് നോട്ടിട്ടിരിക്കുക. ഈ തൊഴിലാളികളെ കുത്തിത്തിരിപ്പിക്കുന്ന നീ അല്ലേ? ഞാൻ കാണിച്ചു തരാം. നീ കാണിക്കും. നീ ഇനി പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം. 24 മണിക്കൂറിനകം നിന്നെ അകത്താക്കാൻ ഞാൻ ഇങ്ങനെയൊന്ന് ഒടിച്ചാ മതി. പോലീസും പട്ടാളൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. പോലീസിലും ജയിലിലും ഒക്കെ ഞാൻ കുറെ ചെറച്ചായി. തല്ലിക്കൊണ്ട് ഞാൻ കത്തിക്കും. ഒരുത്തനോട് ചോദിക്കല. അറിയിക്കും. ഞാൻ അറിയിക്കണ. നീ ആരാന്നാ നിന്റെ വിചാരം? ലോകം നന്നാക്കാൻ ഇറങ്ങി തിരിച്ച പുണ്യാളനോ? എടാ, നിന്നെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരാഴ്ചയെങ്കിലും ഉണ്ടോടാ ഇസഹാക്ക്? അത് പിന്നെ അച്ഛൻ ആ മാത്തുക്കുട്ടി മടയെ വന്ന പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ. നിനക്ക് നിന്റെ കാര്യം നോക്കി അറങ്ങി ഒഴുങ്ങി കഴിഞ്ഞാ പോരെ? നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണം അച്ഛനല്ലേ പഠിപ്പിച്ചേ? അത് പിന്നെ നീ അയൽക്കാരെ വീട്ടിൽ ഇരുന്ന് സ്നേഹിച്ചാ മതി. അതെങ്ങനെ അച്ചു? അതങ്ങനെ. നീ ഇപ്പൊ പോരാ. കർത്താവേ, എവനെയൊക്കെ വേദപുസ്തകം പഠിപ്പിച്ച എന്നെ വേണം തന്നെ. ഇതെല്ലാം കൂടെ എവിടെ പോയി കിടക്കുക? ഇവിടെ ഉണ്ടായിരുന്നോ? എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? അയ്യടാ, നല്ല ചിരി. അല്ല, എന്നാ പറ്റി? 2 ദിവസം കണ്ടില്ലല്ലോ. ഓ, വരാൻ പറ്റിയില്ല. ഇപ്പൊ 2-3 ദിവസം പാല് കുടിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോത്തില്ലല്ലോ. ഏയ്, അതൊന്നുമില്ല. എന്നാലും എന്നാ കാശിന്റെ കാര്യമാണെങ്കിൽ ഇത് കുറച്ച് തന്നാ മതി. അയ്യോ, കാശിന്റെ കാര്യമൊന്നുമല്ല. അതിപ്പോ എത്രയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാ 2-3 ദിവസം കാണാണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നുള്ള ദേഷ്യം കൊണ്ടാണ്. അയ്യടാ, അപ്പൊ പാല് കൊണ്ടിരുന്ന ഇയാളോടുള്ള പ്രേമം കൊണ്ടാണ് ഇയാൾ കരുതിയ? അയ്യോ, അങ്ങനെയല്ലേ. എന്നാലേ എനിക്കെങ്ങനെയാ? എന്നാ 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 ആ, ഇതാ പാൽക്കാരൻ ഗോപാലന്റെ അസുഖം തന്നെയാ. എന്തുവാ അസുഖം? ഞരമ്പ് രോഗം. അല്ലാണ്ട് എന്നാ? ആ, പാലൊഴിച്ചിട്ടേ
വേഗം പാത്രം എന്താ, എനിക്ക് പോണം. എന്താടാ? ഏയ് ഞാനൊന്നും കേട്ടില്ല പോട്ടെ. ഏതായാലും കടുപ്പത്തിൽ നല്ലൊരു ചായ കുടിക്കാം. ക്ഷീണം പോട്ടെ. പോടാ പോടാ പോടാ. അതെ, ഞാനീ പാൽക്കാരൻ കോവാലിനെ പോലല്ല. കാര്യം എങ്ങനെയാ പറയേണ്ടത് പിടിയില്ല, അതുകൊണ്ടാ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായോ? വളയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോടാ. അതെ, ഇയാളുടെ പേരെന്നാ? ലോറിക്കാരൻ പാണ്ടി. ആരാടി ഇവരൊക്കെ? ആ മാത്തുക്കുട്ടി ഇറക്കിയ പുതിയ പണിക്കാരാ. ആരോട് നീയൊക്കെ മടയെ കയറിയേ? ആനാരാടോ ചോദിക്കാൻ? ഈ മട തന്റെ തന്തയുടെ വകയൊന്നും അല്ലല്ലോ. അങ്ങോട്ട് എന്തൊക്കെ വിളിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. ആർക്കാണ് എത്താക്കേർന്ന് വേണ്ടത്? ഇത്താക്കിയേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം.